10. ഗോപാലകൃഷ്ണ ഗോഖലെ. ജനനം 1866, മരണം 1915. ഇന്ത്യൻ സ്വാതന്ത്ര്യസമര നേതാവും മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരുവുമായ ഗോപാലകൃഷ്ണ ഗോഖലെ പഴയ ബോംബെ സ്റ്റേറ്റിലെ രത്നഗിരി ജില്ലയിലുള്ള കോട്ട്ലക്കിൽ 1866 മെയ് 9 ജനിച്ചു. വളരെ ക്ലേശിച്ച് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അദ്ദേഹം സ്കൂൾ അധ്യാപകനായും കോളേജ് പ്രൊഫസറായും ജോലി നോക്കി. റാനഡെയുടെ പ്രചോദനത്താൽ അദ്ദേഹം പൊതുപ്രവർത്തന രംഗത്തേക്ക് കടന്നുവരികയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്തു. 1905 കോൺഗ്രസ് പ്രസിഡന്റായിരുന്ന അദ്ദേഹം റാനഡയെപ്പോലുള്ള മിതവാദി വിഭാഗത്തിന്റെ നേതാക്കളിലൊരാളായിരുന്നു. ബോംബെ നിയമസഭയിലും കേന്ദ്ര നിയമസഭയിലും അംഗമായി. അദ്ദേഹം 1905 സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചു. പിന്നീട് അദ്ദേഹം ദക്ഷിണാഫ്രിക്ക, ഇംഗ്ലണ്ട് എന്നിവിടങ്ങളിൽ സന്ദർശിക്കുകയും അവിടങ്ങളിലെ ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ പഠിക്കുകയും ചെയ്തു. ദാദാഭായ് നവറോജി, ഗോഖലെ തുടങ്ങിയവരെ പോലെയുള്ള മിതവാദികൾ ഇല്ലായിരുന്നെങ്കിൽ ഒരു ഗാന്ധിക്കോ ഒരു നെഹ്റുവിനോ തങ്ങളുടെ പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നതിനുള്ള വേദി ഉണ്ടാകുമായിരുന്നില്ല. മിതവാദികൾ സ്വാതന്ത്ര്യ സമരത്തിൽ വഹിച്ച പങ്കിനെ ചരിത്രകാരന്മാർ എപ്പോഴും വിലയിടിച്ചാണ് കണ്ടിട്ടുള്ളത്. ആ ചരിത്രത്തിന്റെ ഒരു ഭാഗമാണ് ഗോഖലെയും. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് തിരിച്ചെത്തിയപ്പോൾ ഇന്ത്യ ശക്തമായൊരു ദേശീയ പ്രക്ഷോഭത്തിന് തയ്യാറായിരുന്നു. ഇതിന് കാരണക്കാരിൽ ഒരാൾ ഗോഖലെ ആയിരുന്നു. ഗാന്ധിജി പറഞ്ഞു, ഇന്ത്യയിൽ ശരിക്കും സത്യസന്ധനായ ഒരു നായകന് വേണ്ടിയുള്ള അന്വേഷണത്തിലായിരുന്നു ഞാൻ. ആ നായകനെ ഞാൻ ഗോഖലെയിൽ കണ്ടെത്തി. 10. ഗോപാലകൃഷ്ണ ഗോഖലെ. ജനനം 1866, മരണം 1915. ഇന്ത്യൻ സ്വാതന്ത്ര്യസമര നേതാവും മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരുവുമായ ഗോപാലകൃഷ്ണ ഗോഖലെ പഴയ ബോംബെ സ്റ്റേറ്റിലെ രത്നഗിരി ജില്ലയിലുള്ള കോട്ട്ലക്കിൽ 1866 മെയ് 9 ജനിച്ചു. വളരെ ക്ലേശിച്ച് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അദ്ദേഹം സ്കൂൾ അധ്യാപകനായും കോളേജ് പ്രൊഫസറായും ജോലി നോക്കി. റാനഡെയുടെ പ്രചോദനത്താൽ അദ്ദേഹം പൊതുപ്രവർത്തന രംഗത്തേക്ക് കടന്നുവരികയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്തു. 1905 കോൺഗ്രസ് പ്രസിഡന്റായിരുന്ന അദ്ദേഹം റാനഡയെപ്പോലുള്ള മിതവാദി വിഭാഗത്തിന്റെ നേതാക്കളിലൊരാളായിരുന്നു. ബോംബെ നിയമസഭയിലും കേന്ദ്ര നിയമസഭയിലും അംഗമായി. അദ്ദേഹം 1905 സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചു. പിന്നീട് അദ്ദേഹം ദക്ഷിണാഫ്രിക്ക, ഇംഗ്ലണ്ട് എന്നിവിടങ്ങളിൽ സന്ദർശിക്കുകയും അവിടങ്ങളിലെ ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ പഠിക്കുകയും ചെയ്തു. ദാദാഭായ് നവറോജി, ഗോഖലെ തുടങ്ങിയവരെ പോലെയുള്ള മിതവാദികൾ ഇല്ലായിരുന്നെങ്കിൽ ഒരു ഗാന്ധിക്കോ ഒരു നെഹ്റുവിനോ തങ്ങളുടെ പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നതിനുള്ള വേദി ഉണ്ടാകുമായിരുന്നില്ല. മിതവാദികൾ സ്വാതന്ത്ര്യ സമരത്തിൽ വഹിച്ച പങ്കിനെ ചരിത്രകാരന്മാർ എപ്പോഴും വിലയിടിച്ചാണ് കണ്ടിട്ടുള്ളത്. ആ ചരിത്രത്തിന്റെ ഒരു ഭാഗമാണ് ഗോഖലെയും. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് തിരിച്ചെത്തിയപ്പോൾ ഇന്ത്യ ശക്തമായൊരു ദേശീയ പ്രക്ഷോഭത്തിന് തയ്യാറായിരുന്നു. ഇതിന് കാരണക്കാരിൽ ഒരാൾ ഗോഖലെ ആയിരുന്നു. ഗാന്ധിജി പറഞ്ഞു, ഇന്ത്യയിൽ ശരിക്കും സത്യസന്ധനായ ഒരു നായകന് വേണ്ടിയുള്ള അന്വേഷണത്തിലായിരുന്നു ഞാൻ. ആ നായകനെ ഞാൻ ഗോഖലെയിൽ കണ്ടെത്തി.